നമസ്കാരം. അടുത്തിടെ ലാലേട്ടന്റെ വൻപൻ ചിത്രമായ ഋഷഭയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഋഷഭ എന്ന് പേരിട്ടിരിക്കുന്ന വൻപൻ പ്രൊജക്ട് ഉപേക്ഷിച്ച് എന്ന പേരിലായിരുന്നു ആ ചർച്ചകൾ നടന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് കാര്യങ്ങൾ, വ്യക്തതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രത്തെ പറ്റി പുറത്തു വരികയുണ്ടായി. ഇതിനിടയിൽ ചിത്രത്തിന്റെ സംവിധായകൻ തന്നെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഋഷഭ എന്ന വൻപൻ ചിത്രം ഞങ്ങൾ ഉപേക്ഷിച്ചു. ടെക്നിക്കൽ സൈഡിലെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തുവിടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രത്തിന്റെ സംവിധായകനായ നന്ദകിഷോർ ഋഷഭയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒരു പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 2022 ഓഗസ്റ്റിലാണ് നന്ദകിഷോർ ഈ ഒരു വൻപൻ ചിത്രം അനൗൺസ് ചെയ്തത്. കന്നഡയിൽ ഒരുക്കിയ ഈ ഒരു ചിത്രം ഒരേ സമയം ഇന്ത്യയിലെ പല ഭാഷകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി അണിയറ പ്രവർത്തകർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. 2022 ആഗസ്റ്റിൽ ചിത്രം പ്രഖ്യാപിച്ചെങ്കിൽ പോലും, ഋഷഭ എന്ന സിനിമ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം ചിത്രത്തിനെ പറ്റിയുള്ള കൃത്യമായ അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. വൻപൻ പ്രൊജക്റ്റിൽ ഒരുങ്ങുന്ന ഒരു ലാലേട്ടൻ ചിത്രമായതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ഋഷഭ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരുന്നത്. ഋഷഭയുടെ ബാക്കി വർക്കുകൾ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും തുടങ്ങാനാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. കൂടാതെ ഈ ചിത്രത്തിന്റെ റിലീസായി പ്ലാൻ ചെയ്യുന്നത് 2025 സംക്രാന്തി റിലീസായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ലാലേട്ടന്റെ വൻപൻ ചിത്രമായ ഋഷഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.